അസ്സലാമു അലൈക്കും. നസീമ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കാനാണ്. ആട്ടുംകാല് സൂപ്പാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് മട്ടൻ സൂപ്പെന്നും പറയും, ആടും സൂപ്പെന്നും പറയും. ഞാൻ അതുണ്ടാക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ആട്ടിൻ കാല് സൂപ്പ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ആട്ടുംകാലാണ് ഞാൻ എടുത്തിരിക്കുന്ന. കഴുകി റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് വിനാഗിരം ഒഴിച്ച് ആണ് നല്ല രീതിയിൽ കഴുകി വെച്ചേക്കുന്ന ആട്ടുംകാലാണിത്. അത് നമുക്ക് ഇതാണ് എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ ചേർക്കുന്നത് ഒരു 100 ഗ്രാം ചെറിയ ഉള്ളി ഉരിച്ച് വെച്ചിട്ടുണ്ട്, അതെടുത്തിരിക്കുന്നു. ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 5 അല്ലി വെളുത്തുള്ളി ഉരിച്ച് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും കൂടെ നമുക്കിതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. കുരുമുളകും ചെറിയ ഉള്ളിയും ജീരകവും എല്ലാം ഒന്ന് ചതച്ച് നമുക്ക് എടുത്തിട്ട് വരാം. ഞാൻ ഒരു കുക്കറെടുത്ത് അതിനകത്ത് ആട്ടുംകാലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചതച്ച് വെച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ച് ചേർത്ത് കൊടുക്കാം. മല്ലിയും കുരുമുളകും ജീരകവും കൂടെ പൊടിച്ച് വെച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ 5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ ഇതിൽ വേറെ ആവശ്യമില്ലാത്ത ഒരു സാധനവും ചേർക്കുന്നില്ല. ഇത് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് ഒരു 11-12 വിസിൽ കേൾക്കണം. ആദ്യത്തെ വിസിൽ മാത്രം ഫുൾ തീയിൽ വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കി 10 വിസിൽ കേൾക്കുമ്പോഴും സ്ലോവിൽ വെച്ച് ആക്കിയാൽ മതി. ചെറിയ തീയിൽ പിന്നെ ഇട്ട് 10 വിസിൽ കേൾപ്പിച്ചാൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. സൂപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് കോരി ഒഴിക്കാം. ഈ രീതിയിൽ നിങ്ങൾ സൂപ്പ് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ സൂപ്പ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.